നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ വർക്കൗട്ട് ചലഞ്ചിന്റെ ആദ്യ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ നമ്മൾ അതിന്റെ സ്റ്റഡി ടൈം ടേബിൾ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞിരുന്നു. ആ സ്റ്റഡി ടൈം ടേബിൾ PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡേ 1 ആദ്യ ടോപ്പിക് ഇങ്ങനെയാണ്: കേരള ചരിത്രം നവോത്ഥാനം എന്നറിയപ്പെടുന്ന ടോപ്പിക്കാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. 2024 ഡിസംബർ മാസവും 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്ന 4 ഘട്ടമായി നടത്തുന്ന 10th ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ 1ാം റാങ്ക് എത്തുക അല്ലെങ്കിൽ ആദ്യത്തെ 2 റാങ്ക് എത്തുക എന്നതല്ല നമ്മുടെ ഈ ചലഞ്ചിന്റെ ലക്ഷ്യം. പരമാവധി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. 2023, 2024, 2022 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മുഴുവൻ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ മാത്രം പോരാ, നമ്മൾ അതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എക്സാം കണ്ടക്ട് ചെയ്യുന്നത് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിലാണ്. അതുകൂടി ആവർത്തിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ക്ലാസ്സിന്റെ PDF നോട്ടും ഈ പറയുന്ന ക്ലാസ്സിന്റെ പരീക്ഷയും ഇവിടെ PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം ആ പരീക്ഷ കൂടി അറ്റൻഡ് ചെയ്തിട്ട് വേണം അടുത്ത നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്ത് പോകാൻ വേണ്ടി. അപ്പം നമുക്ക് വേണ്ട ആദ്യ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്: ഈ കഴിഞ്ഞ LDC 2024 LDC പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണന ക്രമം ഏത് എന്നാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന സമരങ്ങളിൽ അല്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഓപ്ഷൻ കൊടുത്തേപ്പുണ്ട്. അതിൽ ശരിയായ കാലഗണന ക്രമം ഏത് എന്നാണ് കേരള PSC ഇക്കഴിഞ്ഞ ആദ്യഘട്ട LDC പരീക്ഷയിൽ ചോദിച്ച ചോദ്യം. നവോത്ഥാനത്തിൽ നിന്ന് കേരള ചരിത്രത്തിൽ നിന്ന് ഒരേ ഒരു മാർക്ക്, അതായത് 100-ൽ 1 മാർക്ക്, ബാക്കി 99 കറണ്ട് അഫേഴ്സ് ബാക്കിയുള്ള ടോപ്പിക് ആയിരുന്നു. അതിലൊരൊറ്റ കേരള നവോത്ഥാനം കേരള ചരിത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണന ക്രമം ഏത്? ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം, ഓപ്ഷൻ ബി ചാന്നാർ ലഹള, ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരം, ഓപ്ഷൻ ഡി മലബാർ കലാപം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരീക്ഷയ്ക്കോ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും സമരങ്ങളുടെ വർഷമുണ്ടെങ്കിൽ അത് ആ ക്വസ്റ്റ്യന്റെ സൈഡിലേക്ക് ഒന്ന് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യം നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന 4-ൽ 4 സമരങ്ങൾ നിങ്ങൾക്ക് കാണാപ്പാഠം അറിയണമെന്നില്ല. ചിലപ്പോൾ വൈക്കം സത്യാഗ്രഹമായിരിക്കും അറിയാവുന്നത്, ചിലപ്പോൾ ചാന്നാർ ലഹളയായിരിക്കും ചിലപ്പം വർഷം അറിയാവുന്നത്, മറ്റുള്ളവർക്ക് ക്ഷേത്രപ്രവേശന വിളംബരമായിരിക്കും, അതുമല്ല ചില ആളുകൾക്ക് മലബാർ കലാപമായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്. അപ്പം നമുക്ക് അറിയാവുന്നത് എന്ത് ചെയ്യുക, ആ ഓപ്ഷന്റെ സൈഡിലേക്ക് ഒന്ന് നോട്ട് ചെയ്യുന്നതിൽ നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്യുകയാണ്: വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് 1924-25 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സംഘടിത സമരത്തിന്റെ പേര് വൈക്കം സത്യാഗ്രഹം എന്നാണ്. തീണ്ടൽ പലക എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തിനനുബന്ധിച്ച് ഒരു ഓഡിയോ കാസറ്റ് പുറത്തിറക്കിയിരുന്നു. ആ ഓഡിയോ കാസറ്റിന്റെ പേര് ആ കുട്ടി ഗാന്ധിജിയെ തൊട്ടു എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വർഷം നമ്മൾ സൈഡിലേക്ക് മാറ്റി എഴുതി 1924-25 വൈക്കം സത്യാഗ്രഹം. അതിനുശേഷം ചാന്നാർ ലഹള നമുക്കറിയത്തില്ല. ചാന്നാർ ലഹള എന്നാണെന്ന് പോലും നമുക്കറിയത്തില്ല. അത് വിട്ടേക്കുന്നേ. അല്ലെങ്കിൽ ചാന്നാർ ലഹളയുടെ വർഷം അറിയാവുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കാണും, അവര് 1859 എന്ന് സൈഡിലേക്ക് നോട്ട് ചെയ്തേക്കുക. ചാന്നാർ ലഹളയുടെ വർഷം 1859 എന്നാണ് LDC LGS പരീക്ഷകളിൽ വാല്യൂ ചെയ്യുന്നത്. ഇനി അതിനകത്ത് വാദം പറയുന്ന ആളുകളുണ്ട്, അതല്ല 1859 അല്ല, അത് വിളംബരമാണ്, അതിന് മുന്നേ ലഹള ഉണ്ടെന്ന് പറയുന്നവർക്ക് NCERT കണ്ടന്റ് ഇപ്പൊ പറഞ്ഞുതരാം. ഓപ്ഷൻ സിയിലേക്ക് പോയ ക്ഷേത്രപ്രവേശന വിളംബരം. നിങ്ങൾക്ക് ഡേറ്റ് ഒന്നും അറിയത്തില്ല, വർഷം മാത്രമേ അറിയത്തുള്ളൂ, 1936 ആണെന്നിരിക്കട്ടെ. ഓപ്ഷൻ ഡി മലബാർ കലാപം 1921 മലബാർ കലാപവുമായി ബന്ധപ്പെട്ട്, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട കലാപത്തിന്റെ പേര് മലബാർ കലാപം എന്നാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവത്തിന്റെ പേര് വാഗൺ ട്രാജഡി എന്നൊക്കെയാണ് നമ്മൾ SCERT ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ 4 വർഷം കിട്ടി. അപ്പൊ നിങ്ങൾ തന്നെ നോക്കിയേ, ഇതിൽ ശരിയായ കാലഘടനാ ക്രമം എന്ന് പറഞ്ഞാൽ ആദ്യം നടന്നത് ആദ്യം, അവസാനം നടന്നത് അവസാനം. ഇതാണ് PSC ചോദിക്കുന്ന ശരിയായ കാലഘടന ക്രമം. അപ്പൊ ഇതിൽ നോക്കും, നമ്മൾ എഴുതി വെച്ചേക്കുന്നതിനകത്ത് 19, അതായത് 1900 വരുന്നതാണ് 3 ഭാഗവും. അപ്പം 1859 വരേണ്ടതല്ലേ ആദ്യം വരേണ്ടത്? അതായത് ഓപ്ഷൻ ബി ആദ്യം വരണം. ചാന്നാർ ലഹളയാണ് ആദ്യം വരേണ്ടത്.
ഇനി ആ ചാന്നാർ ലഹളയ്ക്ക് ശേഷം വരേണ്ടത് എന്താ? ചാന്നാർ ലഹളയ്ക്ക് ശേഷം വരേണ്ടത് മലബാർ കലാപം 1921. അതിനുശേഷം വരേണ്ടത് എന്താ? മൂന്നാം നമ്മൾ കൊടുത്തേക്കുന്ന ഓപ്ഷനെ വൈക്കം സത്യാഗ്രഹം 1924, 25. ദെൻ ഏറ്റവും അവസാനം വരേണ്ടത് ക്ഷേത്ര പ്രവേശന വിളംബരം എന്ന്. അപ്പൊ അതിന്റെ ഓർഡർ വരേണ്ടത് എങ്ങനെയാണ്? ആദ്യം വരേണ്ടത് ഓപ്ഷൻ എങ്ങനെയാ? ബി ഓപ്ഷൻ വരണം. രണ്ടാമതായിട്ട് വരേണ്ട ഓപ്ഷൻ എങ്ങനെയാ? ഓപ്ഷൻ ഡി വരണം. മൂന്നാമതായിട്ട് വരേണ്ട ഓപ്ഷൻ എങ്ങനെയാ? ഓപ്ഷൻ എ വരണം. നാലാമതായിട്ട് വരേണ്ട ഓപ്ഷൻ എങ്ങനെയാണ്? ഓപ്ഷൻ സി വരണം. ബി ഡി എ സി എന്നായിരിക്കും. ബി ഡി എ സി എന്നായിരിക്കും അതിന്റെ കറക്റ്റ് ഉത്തരം. ഓക്കെ, ഈ കഴിഞ്ഞ LDC പരീക്ഷ 2024 നടത്തിയ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെയുള്ള പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് ഈ പറയുന്നേക്കുന്നത് നവോത്ഥാനത്തിൽ നിന്ന്. അപ്പൊ ചാന്നാർ ലഹളയുടെ വർഷം 1859 ആണെന്ന് നമുക്കറിയാം. മലബാർ കലാപത്തിന്റെ വർഷം 1921 ആണെന്ന് നമുക്കറിയാം. വൈക്കം സത്യാഗ്രഹത്തിന്റെ വർഷം 1924 മുതൽ 25 വരെ എത്ര ദിവസമാണ്? 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിൽക്കുന്നത്. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സംഘടിത സമരത്തിന്റെ പേര് വൈക്കം സത്യാഗ്രഹം എന്നാണ്. തീണ്ടൽ പലക കേരളത്തിൽ ഏത് ക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാലും ഉത്തരം ഏത് തന്നെ? ഈ പറയുന്ന വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതും വരും ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അടുത്തത് ക്ഷേത്ര പ്രവേശന വിളംബരം. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് 1936 നവംബർ 12. ഈ ടോപ്പിക്ക് പഠിക്കുമ്പം 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒന്നാമത്തത് ക്ഷേത്രപ്രവേശന പ്രമേയം എഴുതിയത് അവതരിപ്പിച്ചത് TK മാധവൻ. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ക്ഷേത്രപ്രവേശന പ്രമേയം എഴുതിയതും അവതരിപ്പിച്ചതും TK മാധവൻ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വർ അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ചത് ശ്രീ ചിത്തിര തിരുനാളാണെന്ന് മാത്രം ഓർക്കുക. 3 ചോദ്യങ്ങൾ, ഒന്നുമില്ല. നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ആദ്യം ക്ഷേത്രപ്രവേശന പ്രമേയം, അതായത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ ക്ഷേത്രപ്രവേശന പ്രമേയം അവതരിപ്പിക്കും. അത് എഴുതിയതും അവതരിപ്പിച്ചതും TK മാധവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. അതുകൊണ്ടാണ് TK മാധവനെ കേരളത്തിലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് TK മാധവനാണ്. കേരള നവോത്ഥാനത്തിന്റെ മേഘ ജ്യോതിസ് എന്നറിയപ്പെടുന്നത് TK മാധവനാണ്. TK മാധവൻ ആരംഭിച്ച സംഘടനയുടെ പേര് ധർമ്മ ഫട സംഘം എന്നാണ്. ധർമ്മസംഘം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ആ ധർമ്മസംഘം എന്ന സംഘടന ആരംഭിച്ചത് ശ്രീനാരായണ ഗുരുവും ധർമ്മ ഫട സംഘം എന്ന സംഘടന ആരംഭിച്ചത് TK മാധവനുമാണ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കണേ. ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ അറിയപ്പെടുന്ന അപരനാമങ്ങളുണ്ട്. തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട, കേരളത്തിന്റെ മാഗ്നാ കാർട്ട. ഈ 3 പേരുകളിൽ അറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും തിരുവിതാംകൂറിലെ കർഷക മാഗ്നാ കാർട്ട എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ടോ? ചോദ്യമുണ്ട്. അതിനുത്തരം പണ്ടാരപ്പാട്ട വിളംബരമാണ്. നമുക്ക് വേണ്ടത് 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട വസ്തുതയിൽ 3 കാര്യങ്ങൾ നമ്മൾ കുഴഞ്ഞു പോകും. ഒന്നാമത്തത് ക്ഷേത്രപ്രവേശന പ്രമേയം എഴുതിയതും അവതരിപ്പിച്ചതും TK മാധവൻ. അപ്പൊ മിക്ക ആളുകളുടെ മനസ്സിൽ കാണും, ഈ TK മാധവൻ എന്ന നവോത്ഥാന നായകൻ 1930 മരിച്ചില്ലയോ? ഈ 1930 മരിച്ച നവോത്ഥാന നായകൻ എങ്ങനെ 36 ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്? 36 ക്ഷേത്രപ്രവേശന വിളംബരമല്ലയോ? ആ വിളംബരം എഴുതിയ ആളാ ഉള്ളൂര്. ആ വിളംബരം പ്രഖ്യാപിച്ച ആളാ ശ്രീ ചിത്തിര തിരുനാൾ. വർഷങ്ങൾക്ക് മുമ്പേ, അതായത് 1936 മുന്നേ തന്നെ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ ക്ഷേത്രപ്രവേശന പ്രമേയം എഴുതി അവതരിപ്പിച്ചത് TK മാധവൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. 1936 ഒത്തിരി പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേകതയാണ് മതപരിവർത്തന പ്രക്ഷോഭം. CV കുഞ്ഞിരാമൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ നേതൃത്വം കൊടുക്കുന്ന പ്രക്ഷോഭത്തിന്റെ പേരാണ് മതപരിവർത്തന പ്രക്ഷോഭം. കേരള ചരിത്രത്തിൽ SCRT-യിൽ കൊടുത്തേക്കുന്ന കണ്ടന്റ് ഉൾപ്പെടെ നമ്മൾ ആഡ് ചെയ്യുമ്പം അതൊക്കെ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തോളാം. ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. 1936 എന്നല്ലേ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇതിന് 100 വർഷം മുന്നേ, അതായത് 1836 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനം സാധ്യമാക്കണമെന്ന് ആദ്യമായി പറഞ്ഞൊരു നവോത്ഥാന നായകനുണ്ട്. ആ നവോത്ഥാന നായകന്റെ പേര് വൈകുണ്ഠ സ്വാമികൾ എന്നാണ്. നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് 1836 1936 100 വർഷം മുന്നേ 1836 തിരുവിതാംകൂറിൽ എല്ലാ ജാതിയിലുള്ള ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കണമെന്ന് ആദ്യമായി ഡിമാൻഡ് ചെയ്ത നവോത്ഥാന നായകന്റെ പേര് വൈകുണ്ഠ സ്വാമികൾ എന്നാണ്. അത് നമ്മൾ വരും ക്ലാസ്സിൽ എടുത്തോളാം. ഇത്തരം കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി മത്സര പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്
ചാന്നാർ കലാപം. ഇത് SCERT സ്കൂൾ ടെക്സ്റ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് പറഞ്ഞു തരുവാണ്. നിങ്ങൾ എഴുതാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ് അല്ലെങ്കിൽ 10th ലെവൽ മെയിൻസ് ഏത് പരീക്ഷ ആയിക്കോട്ടെ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കൊള്ളാം എന്ന് ഞാൻ കരുതിയത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്യുന്നത്. ഒന്നാമത്തത്, ഈ ചാന്നാർ കലാപവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട വർഷം നിങ്ങൾ പഠിക്കണം. ഒന്ന് 1812, മറ്റൊന്ന് 1812-13, ദെൻ അതിന് ശേഷം 1822, ദെൻ 1859 ജൂലൈ 26. പ്രത്യേകത 4നും 4 പ്രത്യേകതയാണ്. ഒന്നുമില്ല, തെക്കൻ തിരുവിതാംകൂർ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂറിന്റെ തെക്കൻ ഭാഗങ്ങളിൽ 1812 ചാന്നാർ സ്ത്രീകളായിട്ടുള്ള സ്ത്രീജനങ്ങൾ മേൽമുണ്ട് ധരിക്കാൻ അവകാശം നൽകണം എന്ന് പറഞ്ഞ് ഒരു സമരം നടത്തും. ആ സമരത്തിന്റെ പേരുകളാണ് ശീലവഴക്ക്. അതായത് മേൽശീല, മുകളിലെ വസ്ത്രം. ദെൻ മാറുമറയ്ക്കൽ സമരം, അതുമല്ലെങ്കിൽ മേൽമുണ്ട് സമരം, അതുമല്ലെങ്കിൽ എന്ത്, ചാന്നാർ സമരം. ഈ 4 വാക്കിലും അറിയപ്പെടുന്നത് ഒരേ പേര് തന്നെ. തെക്കൻ തിരുവിതാംകൂറിൽ 1812 നടന്ന കലാപത്തിന്റെ പേരാണ് ശീലവഴക്ക് സമരം, മാറുമറയ്ക്കൽ സമരം, മേൽമുണ്ട് സമരം, അതുമല്ലെങ്കിൽ എന്ത്, ചാന്നാർ കലാപം. 1812-13 എന്നറിയപ്പെടുന്ന വർഷത്ത് ഈ പറയുന്ന PSC കൊടുക്കുന്ന കണ്ടന്റാണ് പറഞ്ഞു തരുന്നത്. 1812-13 ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാം എന്നും പറഞ്ഞൊരു നിയമം കൊണ്ടുവരും. ആ നിയമം കൊണ്ടുവന്ന ഭരണാധികാരിയുടെ പേര് കേണൽ മൺറോ എന്നാണ്. അപ്പൊ ഈ മൺറോ ഉദ്ദേശിച്ച് എന്തുമായിരിക്കും? 1812-13 ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാമെന്ന് നിയമം കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്ത് ഉദ്ദേശ? ക്രിസ്തീയ മതപരിവർത്തനം. അതായത് ചാന്നാർ സ്ത്രീകളായിട്ടുള്ള സ്ത്രീജനങ്ങളെ എങ്ങോട്ടേക്ക് പരിവർത്തനം ചെയ്യുക, ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു നിയമം കൊണ്ടുവരുന്നത്. അപ്പൊ ഈ നിയമം കൊണ്ടുവരുമ്പം ഉള്ള ചാന്നാർ സ്ത്രീകളെല്ലാം എങ്ങോട്ട് കൺവേർട്ട് ആവും? ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യും എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധ സമരം നടക്കും. ആ പ്രതിഷേധ സമരം ഇങ്ങനെ കൂടി ഒന്നാം ചാന്നാർ കലാപത്തിലേക്ക് വരുന്നത് 1822. 1822 ഒന്നാം ചാന്നാർ കലാപം. ഈ ഒന്നാം ചാന്നാർ കലാപത്തിന്റെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകന്റെ പേരാണ് വൈകുണ്ഠസ്വാമികൾ. കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. ഈ വൈകുണ്ഠസ്വാമികൾ 1822 അതിനുശേഷം നടന്ന ചാന്നാർ കലാപത്തിന്റെ വളരെ ഓരോരോ ചാന്നാർ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഓരോരോ കലാപങ്ങൾ നടക്കുമല്ലോ. അതായത് 1822 ഒന്നാം ചാന്നാർ കലാപം. പിന്നീട് ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം തുടർന്നും വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേ പോകും. അതിന് ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഇങ്ങനെ ഈ പറയുന്ന പ്രക്ഷോഭം കൂടി ഒരു എക്സ്ട്രീം ലെവൽ എത്തുന്ന സമയത്ത് 1859 ജൂലൈ 26 ചാന്നാർ വിളംബരം പ്രഖ്യാപിക്കും. ഈ ചാന്നാർ വിളംബരം പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയുടെ പേര് ഉത്രം തിരുനാൾ എന്നാണ്. 1859 ജൂലൈ 26 ചാന്നാർ വിളംബരം പ്രഖ്യാപിച്ച ഭരണാധികാരിയുടെ പേര് പറഞ്ഞേ ഉത്രം തിരുനാൾ. ഇനി ഒരു ഹാരിസൺ പ്രഭു എന്നറിയപ്പെടുന്ന ഈ പറയുന്ന മദ്രാസ് ഗവർണർ ഉണ്ട്. ഈ മദ്രാസ് ഗവർണറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉത്രം തിരുനാൾ ചാന്നാർ വിളംബരം പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക കലാപം ഏത്? കേരളാസ് ഫസ്റ്റ് സോഷ്യൽ അജിറ്റേഷൻ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ചാന്നാർ കലാപമാണ്. കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക കലാപം ചാന്നാർ കലാപമാണ്. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരിക്കും? അത് വൈകുണ്ഠസ്വാമികളായിരിക്കും. ഞാൻ ഇത്രയും കണ്ടന്റ് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം 1851 എന്നറിയപ്പെടുന്ന വർഷം വൈകുണ്ഠസ്വാമി മരിക്കുക. 1851 വൈകുണ്ഠസ്വാമി മരിക്കുന്നത്. അപ്പൊ ചില ഉദ്യോഗാർത്ഥികൾ കരുതും 1851 മരിച്ച ഈ പറയുന്ന വൈകുണ്ഠസ്വാമി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ മരിച്ചതിന് ശേഷം ചാന്നാർ കലാപം നടക്കുമോ? ഈ പറയുന്ന ചാന്നാർ കലാപം 1822 1812 1859 ജൂലൈ 26 മുന്നേ വരെ ചാന്നാർ കലാപമുണ്ട്. അതിന്റെ പ്രധാന നേതാവ് അല്ലെങ്കിൽ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക കലാപം എന്നറിയപ്പെടുന്ന ചാന്നാർ കലാപം, അതിന്റെ നേതാവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ഇനി ഒരു എളുപ്പമാർഗം പറഞ്ഞുതരാം. ചോദ്യത്തിൽ എവിടെങ്കിലും നിങ്ങൾ എഴുതാൻ പോകുന്ന 10th ലെവൽ 12th ലെവൽ ഏത് ലെവൽ പരീക്ഷ ആയിക്കോട്ടെ, ചോദ്യത്തിൽ എവിടെങ്കിലും സമ എന്ന വാക്കുണ്ടോ നോക്കണം. ഒറ്റ കണ്ടീഷൻ മാത്രം, ക്വസ്റ്റ്യൻ നവോത്ഥാനമായിരിക്കണം. സമ എന്ന വാക്കോടുകൂടി എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഉത്തരത്തിലേക്ക് വരുമ്പം നവോത്ഥാന നായകനാണെങ്കിൽ
ഉത്തരം വൈകുണ്ഠസ്വാമികളായിരിക്കും. തർക്കം വേണ്ട. സമത്വ സമാജം, സമ എന്ന വാക്കുണ്ടല്ലോ, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമപന്തി ഭോജനം എന്ന ആശയം അല്ലെങ്കിൽ കൊണ്ടുവന്നത്, സമപന്തി ഭോജനം എന്ന ആശയം കൊണ്ടുവന്നത് വൈകുണ്ഠസ്വാമികളാണ്. സമപൂർണദേവൻ എന്ന് വെച്ചാൽ സമ്പൂർണ്ണദേവൻ, സമപൂർണദേവൻ എന്ന് പറഞ്ഞാൽ സമ്പൂർണദേവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടെ ജന്മസ്ഥലമായി PSC വാല്യൂ ചെയ്യുന്നത് സമപാതിത്തോപ്പ്, മീൻസ് സ്വാമിത്തോപ്പ് പ്രദേശം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നാഗർകോവിൽ പ്രദേശത്തെ സ്വാമിത്തോപ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ആരുടെ, വൈകുണ്ഠസ്വാമികളുടെ ജന്മസ്ഥലമായി കൺസിഡർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ ചാന്നാർ കലാപവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കണം. അപ്പൊ ചില ആളുകൾ കരുതും ഇത് മാത്രം പഠിച്ചാൽ മതിയോ, പോരാ, ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ഫാക്ട് ഡിസ്കസ് ചെയ്യണം. നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങളെ 1ാം റാങ്ക് മേടിക്കുക അല്ലെങ്കിൽ 2ാം റാങ്ക് മേടിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ എഴുതാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസിൽ നിങ്ങൾ എന്തായാലും പഠിക്കുക. പഠിക്കുന്നതിനോടൊപ്പം ആ മടി മാറാൻ വേണ്ടി, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ PYQ മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ പരീക്ഷ എഴുതി പോകണം. അപ്പൊ ചില ആളുകൾ കരുതും ഈ ചോദിച്ചേക്കുന്ന അല്ലെങ്കിൽ ഈ എഴുതി വെച്ചേക്കുന്ന നോട്ട് തന്നെയാണോ ഈ പറയുന്ന എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഒരിക്കലുമല്ല. എക്സാമിൽ മറ്റു ചോദ്യങ്ങൾ ആഡ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട നോട്ട്സ് വായിച്ചു, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് വീഡിയോ ക്ലാസ് കണ്ടു. ഇതേ എക്സാം തന്നെ ചെയ്യാനാണെങ്കിൽ നമുക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള 4 ക്ലാസ് ആയിരിക്കും. ഈ 4 ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ ടോപ്പിക് തീർക്കാൻ പറ്റുമോ? ഇല്ല. 50 ചോദ്യം വീതമാണ് നമ്മൾ ഒരു ക്ലാസ്സിൽ മിനിമം വർക്കൗട്ട് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ചില അധ്യാപകർ 60 ആയിട്ട് എടുക്കും, ചില അധ്യാപകർ 70 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ക്വസ്റ്റ്യനോടൊപ്പം തന്നെ പരീക്ഷയും നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്ത് പോകണം. പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിലാണ്. ഇപ്പം തന്നെ ഏകദേശം 6000-ലധികം ഉദ്യോഗാർത്ഥികൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്യുക, പരീക്ഷ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, ഇതിന്റെ സ്റ്റഡി നോട്ടും കളക്ട് ചെയ്ത് വായിച്ച് റിവൈസ് ചെയ്ത് പോവുക. ഓക്കെ, സെറ്റല്ലേ? അപ്പൊ നമുക്ക് വേണ്ട അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. 1ാം ഘട്ട 2024 LDC പരീക്ഷയിൽ 1ാം ഘട്ട LDC സെക്ഷനിൽ 1ാം ഘട്ട LDC പരീക്ഷയെ ചോദിച്ച ചോദ്യം കിട്ടി. ഇനി 2ാം ഘട്ട LDC പരീക്ഷ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നവോത്ഥാനത്തിൽ നിന്ന് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ ശരിയായതേത് എന്നാണ് ചോദ്യം. നോക്കിയേ. ഓപ്ഷൻ എ സമത്വ സമാജം -അയ്യങ്കാളി, ഓപ്ഷൻ ബി ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ സി സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. നമുക്ക് എന്തായാലും അറിയാം ഈ പറയുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ സി എങ്ങനായാലും ആവത്തില്ലെന്ന് അറിയാം. കാരണം എന്താ, സഹോദര പ്രസ്ഥാനം എന്ന സംഘടന ആരുടേതല്ല, ശ്രീനാരായണ ഗുരുവിൻ്റെതല്ല എന്ന് നമുക്കറിയാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് സി കട്ട് ചെയ്യാമല്ലോ. അങ്ങനെ സി ഓപ്ഷൻ ഒരിക്കലും വരത്തില്ല. സഹോദര പ്രസ്ഥാനം എന്ന സഹോദര സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ്. ഇനി ഓരോ ഓപ്ഷനിലേക്ക് നമുക്ക് വേണം. നമ്മൾ നേരത്തെ ക്ലാസ് തുടങ്ങിയപ്പം ചാന്നാർ കലാപവുമായി ബന്ധപ്പെട്ടൊരു ലോജിക്ക് പറഞ്ഞിരുന്നു. സമ എന്ന വാക്കുണ്ടെങ്കിൽ, ദാണ്ടെ സമ എന്ന വാക്കുണ്ട്, സമ എന്ന വാക്ക് വന്നാൽ ഉത്തരം വൈകുണ്ഠസ്വാമികളായിരിക്കും എന്നല്ലേ പറഞ്ഞത്? സമത്വ സമാജം അയ്യങ്കാളിയുടേതാണോ? അല്ല. അപ്പൊ അത് തന്നെ നമ്മുടെ ലോജിക്ക് കിട്ടി. ഈ 2 എണ്ണം തെറ്റാണെന്നാണല്ലോ നമ്മുടെ കണ്ടത്. സഹോദര പ്രസ്ഥാനം എന്തായാലും സഹോദരൻ അയ്യപ്പനാണ് സ്ഥാപിക്കുന്നത്, ശ്രീനാരായണ ഗുരു അല്ല. സമത്വ സമാജം ആരംഭിച്ചത് ആരല്ല? അയ്യങ്കാളിയല്ല, അത് വൈകുണ്ഠസ്വാമികളാണ്. ഇനി ബാക്കിയുള്ളത് പരിശോധിച്ചാൽ മതി. അപ്പൊ ശരിയായതേതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ബിയും ഡിയും ശരിയാണെന്നാണ് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചേക്കുന്നത്. ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘം എന്ന സംഘടന വളരെ പ്രധാനപ്പെട്ടതാണ്. വാഗ്ഭടാനന്ദൻ. ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ആലപ്പുഴയിൽ ആത്മവിദ്യാ സംഘം ആരംഭിച്ച വനിതയുടെ പേര് K ദേവയാനി എന്നാണ്. വീണ്ടും ആവർത്തിക്കുന്നു, ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്ന് വിശേഷണമുള്ള ആലപ്പുഴ ജില്ലയിൽ ആത്മവിദ്യാ സംഘം ആരംഭിച്ച നവോത്ഥാന നായകന്റെ പേര്, അത് ആലപ്പുഴയിൽ ആത്മവിദ്യാ സംഘം ആരംഭിച്ച നവോത്ഥാന നായികയുടെ പേര് K ദേവയാനി എന്നാണ്. K ദേവയാനിയാണ് കരിവള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്നത്. K ദേവയാനിയാണ്. ഒരു പ്രത്യേകതയും കൂടെ നിങ്ങൾ പഠിക്കണം. ചോരയും കണ്ണീരും നനഞ്ഞ വടികൾ, ചോരയും കണ്ണീരും നനഞ്ഞ വടികൾ എന്ന ആത്മകഥ ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് K ദേവയാനിയുടേതാണ്. അപ്പൊ ആ ഓപ്ഷൻ കിട്ടിയല്ലോ. അപ്പോൾ ഓപ്ഷൻ ബി ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദന്റേതാണ്. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്പൂതിരി നവോത്ഥാനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം പറഞ്ഞ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകം ആദ്യമായി എഴുതി തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് അത് അവതരിപ്പിച്ച നവോത്ഥാന നായകന്റെ പേര് VT ഭട്ടതിരിപ്പാട്. ഈ VT ഭട്ടതിരിപ്പാട് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ഒരു സംഘടന ഫോം ചെയ്തിട്ടുണ്ട്. ആ സംഘടനയുടെ പേര് യോഗക്ഷേമ സഭ എന്നാണ്. മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. അപ്പം ഈ ഓപ്ഷനും ശരിയാണല്ലോ. അപ്പൊ ഏതൊക്കെ ഓപ്ഷനാണ് ശരി? ബി ഓപ്ഷൻ ശരിയാണ്, ഡി ഓപ്ഷൻ ശരിയാണ്. അപ്പം ബിയും
ഡിയും ശരിയാണ് തന്നിരിക്കുന്ന പ്രസ്താവനകൾ. അപ്പൊ നമുക്ക് വേണ്ടത് എന്താ? ഇനി നമ്മൾ എഴുതാൻ പോകുന്ന 10th ലെവൽ പരീക്ഷയിൽ നവോത്ഥാന സംഘടനകൾ ഇതേ മോഡലിൽ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. അതിനുവേണ്ടി ഞാനൊരു പാക്കേജ് ഡിസ്കസ് ചെയ്യുവാണ്. വേറെ ഒന്നുമില്ല, ആ പാക്കേജ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ട സംഘടന പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് വർഷം ചോദിക്കും, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ സംഘടന ചോദിക്കും, ദെൻ അതുമായി ബന്ധപ്പെട്ട വർഷം ചോദിക്കും, അതിന്റെ സ്ഥാപകൻ ചോദിക്കും, അതിന്റെ മുഖപത്രം ചോദിക്കും. ഇങ്ങനെ 4 കോളം തരംതിരിച്ച് നമ്മളൊരു ടോപ്പിക്ക് പറയാൻ പോവാണ്. ഒന്നുമില്ല, വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഈ ഒരു പാക്കേജ് വായിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട ഓരോ സംഘടന ഞാൻ കൊടുത്തേപ്പോണ്ട്, ഓരോ സംഘടന കൊടുത്തേപ്പോണ്ട്, അതിന്റെ വർഷം കൊടുത്തേപ്പോണ്ട്, അതിന്റെ സ്ഥാപകൻ കൊടുത്തേപ്പോണ്ട്, അതിന് മുഖപത്രം ഉണ്ടെങ്കിൽ മുഖപത്രവും ഞാൻ കൊടുത്തേപ്പോണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട 5 സംഘടനകൾ, ഒരേ കാറ്റഗറിയിലുള്ള പ്രധാനപ്പെട്ട 5 സംഘടനകൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. സമത്വ സമാജം, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ക്വസ്റ്റ്യനകത്ത് സമ എന്ന വാക്കുണ്ടെങ്കിൽ ഉത്തരം ആരായിരിക്കും? വൈകുണ്ഠസ്വാമികളായിരിക്കും. സ്ഥാപിച്ച വർഷം 1836. ഇതിനെന്തില്ല? മുഖപത്രമില്ല. അപ്പൊ മുഖപത്രം ഇല്ലാത്തത് നിങ്ങൾ ഉണ്ടാക്കി പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ സമത്വ സമാജം 1836 സ്ഥാപിക്കുന്നു. സ്ഥാപകന്റെ പേര് വൈകുണ്ഠസ്വാമികൾ എന്നാണ്. മുഖപത്രമില്ല. ഓക്കെ ആണോ? രണ്ടാമത്തത് SNDP എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നറിയപ്പെടുന്ന SNDP സ്ഥാപിക്കുന്നത് 1903 മെയ് 15. അപ്പൊ SNDPക്ക് ഒരു സ്ഥാപകനുണ്ട്. SNDPയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് SNG എന്നങ്ങ് എഴുതിയേക്കുവാണ്. ശ്രീനാരായണ ഗുരുവാണ് SNDPയുടെ സ്ഥാപകൻ. SNDPയുടെ മുഖപത്രം ഏതെന്ന് ചോദിക്കും. SNDPയുടെ മുഖപത്രം എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ്. അപ്പൊ സമത്വ സമാജം 1836 വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചു. SNDP ആരംഭിച്ച വർഷം 1903. സ്ഥാപകന്റെ പേരെന്താ? ശ്രീനാരായണ ഗുരു. മുഖപത്രത്തിന്റെ പേര് വിവേകോദയം. ഈ SNDPയുടെ മുഖപത്രത്തിന്റെ ഇപ്പോഴത്തെ പേരാണ് നമ്മൾ പഠിക്കേണ്ടതെങ്കിൽ അത് യോഗനാഥം എന്ന. വിവേകോദയം ആരംഭിച്ച വർഷം വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കണം. 1904 വിവേകോദയം അല്ലെങ്കിൽ യോഗനാഥം ആരംഭിക്കുന്നത്. അപ്പൊ SNDP ആരംഭിച്ച വർഷം 1903. സ്ഥാപകന്റെ പേര് ശ്രീനാരായണ ഗുരു. മുഖപത്രത്തിന്റെ പേര് വിവേകോദയം. വിവേകോദയത്തിന്റെ ഇപ്പോഴത്തെ പേരെന്താ? അത് യോഗനാഥം എന്നാണ്. വിവേകോദയം ആരംഭിച്ച വർഷം 1904 ഓർത്തു വെക്കണം. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന മാസികയാണ് ഇത് വിവേകോദയം. വരും ക്ലാസ്സിൽ കേരള PSC ആവർത്തിക്കുന്ന കുറച്ച് മാസികയും അല്ലെങ്കിൽ കുറച്ച് പത്രവും അതിന്റെ സ്ഥാപകനെയും അതിന്റെ ആദ്യ എഡിറ്ററിനെയും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഈ SNDPയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് കിട്ടിയല്ലോ. മൂന്നാമത്തെ സംഘടന സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം ആരംഭിച്ച വർഷം 1907. ഈ സാധുജന പരിപാലന സംഘം ആരംഭിച്ച നവോത്ഥാന നായകന്റെ പേര് അയ്യങ്കാളി എന്നാണ്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് 3 അപരനാമങ്ങളാണ് അയ്യങ്കാളിയെ പറ്റി ചോദിക്കുന്നത്. ഒന്ന്, മഹാത്മാ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. കേരള നവോത്ഥാനത്തിൽ മഹാത്മാ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. കേരള നവോത്ഥാനത്തിന്റെ കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. കേരള ദളിത് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. 4 പിതാക്കന്മാരാണ് മത്സര പരീക്ഷയിൽ നവോത്ഥാനത്തിൽ നിന്ന് ചോദിക്കുന്നത്. ഒന്ന്, കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? വക്ക അബ്ദുൽ ഖാദർ മൗലവി. കേരള ക്രിസ്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരള ദളിത് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടെ ഒന്ന് ഓർത്തു വെക്കുക, വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കണം. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് പുലയരാജ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അങ്ങനെ പുലയരാജയെ അയ്യങ്കാളി വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണല്ലോ. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അങ്ങനെ ഒത്തിരി ചോദ്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത്രയും പഠിക്ക്. സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിക്കുന്നു. സ്ഥാപകന്റെ പേര് അയ്യങ്കാളി. ഇനി ഈ പറയുന്ന സാധുജന പരിപാലന സംഘം എന്ന സംഘടനയ്ക്ക് ഒരു മുഖപത്രം കാണുമല്ലോ. മുഖപത്രത്തിന്റെ പേര് സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി ആരംഭിച്ച വർഷം 1913. സാധുജന പരിപാലന സംഘം ആരംഭിക്കുന്നത് 1907 സാധുജന പരിപാലനി ആരംഭിച്ച വർഷം 1913. രണ്ടും രണ്ട് ലോജിക്കാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ദളിത് മാസിക ഏതാന്ന് ചോദിക്കും. ഇന്ത്യയിൽ ആദ്യ ദളിത് മാസിക എന്നറിയപ്പെടുന്നത് അത് സാധുജന പരിപാലനിയാണ്. വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കണം. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ ഈ എഴുതി വെച്ചേക്കുന്ന സംഘടനയെല്ലാം സ്ഥാപിച്ച ഒരു വ്യക്തിയുണ്ട്. എന്ന് വെച്ചാൽ സംഘടന, വർഷം, സ്ഥാപകൻ, മുഖപത്രം എന്ന ഓർഡറിലല്ലേ കൊടുത്തേക്കുന്നത്. സംഘടന സ്ഥാപിച്ച ആൾ ആരാണോ അദ്ദേഹം തന്നെയായിരിക്കും മുഖപത്രം ആരംഭിക്കുന്നത്. ഒരിടത്ത് മാത്രം വ്യത്യാസം, SNDPയുടെ കേസിൽ മാത്രം വ്യത്യാസം. SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. പക്ഷെ വിവേകോദയം സ്ഥാപിച്ചത് ആരല്ല? ശ്രീനാരായണ ഗുരു അല്ല, കുമാരനാശാൻ എന്ന നവോത്ഥാന
നായകനാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ സാധുജന പരിപാലന സംഘം ആരംഭിച്ച വർഷം 1907. സ്ഥാപകന്റെ പേര് അയ്യങ്കാളി, മുഖപത്രത്തിന്റെ പേര് സാധുജന പരിപാലിനി. ഈ സാധുജന പരിപാലിനി ആരംഭിച്ച വർഷം 1913. അടുത്തത് യോഗക്ഷേമ സഭ എന്നറിയപ്പെടുന്ന ഒരു സംഘടനയുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. യോഗക്ഷേമ സഭ ആരംഭിച്ച വർഷം 1908. ഇക്കഴിഞ്ഞ LDC പരീക്ഷയിൽ 2ാം ഘട്ട LDC പരീക്ഷയിൽ ചോദിച്ച താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി ചെയ്ത് അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവനയ്ക്കകത്ത് സംഘടനയല്ലേ ചോദിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ യോഗക്ഷേമ സഭ ആരംഭിച്ച വർഷം 1908. ഇതിന്റെ സ്ഥാപകൻ VT ഭട്ടതിരിപ്പാടാണ്. ഈ യോഗക്ഷേമ സഭ എന്നറിയപ്പെടുന്ന സംഘടനയ്ക്ക് ഒരു മുദ്രാവാക്യമുണ്ട്, നമ്പൂതിരിയെ മനുഷ്യനാക്കുക. അപ്പൊ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടതാ? അത് യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ടതാ. ഏത് വ്യക്തിയാണ് അങ്ങനെ പറഞ്ഞത്? VT ഭട്ടതിരിപ്പാടാണ് പറഞ്ഞത്. അടുത്തത് യോഗക്ഷേമ സഭ എന്ന സംഘടനയുടെ മുഖപത്രം മംഗളോദയം. അപ്പൊ മംഗളോദയം സ്ഥാപിച്ചത് ആരാ? അത് VT ഭട്ടതിരിപ്പാടാണ്. മംഗളോദയം സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. നമ്പൂതിരികളെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്പൂതിരി നവോത്ഥാനത്തിന്റെ അല്ലെങ്കിൽ നമ്പൂതിരി നവോത്ഥാനത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത നവോത്ഥാന നായകന്റെ പേര് VT ഭട്ടതിരിപ്പാടെന്നാണ്. VT ഭട്ടതിരിപ്പാട് ആരംഭിച്ച അല്ലെങ്കിൽ എഴുതിയ നാടകത്തിന്റെ പേര് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അങ്ങനെ ഒത്തിരി ചോദ്യമുണ്ട്. അവിടെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ഓക്കെ, അടുത്തത് PRDS എന്നറിയപ്പെടുന്ന പ്രത്യക്ഷ രക്ഷാ ദൈവസഭയെ പറ്റി ഒന്ന് ഓർത്തു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് PRDS അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഈ PRDS ആരംഭിച്ച വർഷം 1909. PRDS സ്ഥാപിച്ച വർഷം 1909. സ്ഥാപകന്റെ പേര് പൊയ്കേൽ യോഹന്നാൻ, മുഖപത്രത്തിന്റെ പേര് ആദിയാർ ദീപം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നറിയപ്പെടുന്ന PRDS ആരംഭിച്ച വർഷം ചോദിച്ചാൽ അത് 1909. അതിന്റെ സ്ഥാപകന്റെ പേര് ചോദിച്ചാൽ അത് പൊയ്കേൽ യോഹന്നാൻ എന്നാണ്. ഈ പൊയ്കേൽ യോഹന്നാൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ കുമാരഗുരുദേവൻ എന്ന് കാണും. ഈ പൊയ്കേൽ യോഹന്നാൻ തന്നെയാണ് ആരും കുമാരഗുരുദേവൻ. ഒരു എളുപ്പമാർഗം കൂടെ പറഞ്ഞു തരുന്നു. ക്വസ്റ്റ്യനകത്ത് എവിടെങ്കിലും പൊയ്കേൽ എന്ന് പറയുന്ന വാക്കുണ്ടോ നോക്കണം. ക്വസ്റ്റ്യനകത്ത് എവിടെങ്കിലും പൊയ്കേൽ എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിൽ ഉത്തരം കുമാരഗുരുദേവനായിരിക്കും. തർക്കം വേണ്ട. എന്ന് വെച്ചാൽ പൊയ്കേൽ യോഹന്നാൻ, പൊയ്കേൽ ഉപദേശി, പൊയ്കേൽ മത്തായി, അങ്ങനെ പൊയ്കേൽ ചേർത്ത് നവോത്ഥാനമായിരിക്കണം. അതല്ലാതെ മറ്റു കണ്ടന്റുകളൊന്നും ആവരുത്. പൊയ്കേൽ എന്ന് പറയുന്ന വാക്ക് ചേർത്ത് നവോത്ഥാനത്തിൽ നിന്ന് ചോദ്യം വന്നാൽ ഉത്തരം കുമാരഗുരുദേവൻ എന്നറിയപ്പെടുന്ന പൊയ്കേൽ യോഹന്നാൻ ആയിരിക്കും. അപ്പൊ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രത്തിന്റെ പേര് ആദിയാർ ദീപം എന്നാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഈ സംഘടന മാത്രം പഠിച്ചാൽ മതിയോ? ഒരിക്കലും പോരാ. ഈ സംഘടന മാത്രമല്ല, ഇനി നമുക്ക് NSS എന്നറിയപ്പെടുന്ന സംഘടനയെ പറ്റി പഠിക്കണം. SNDP എന്നറിയപ്പെടുന്ന സംഘടന പഠിച്ചല്ലോ. NSS എന്നറിയപ്പെടുന്ന സംഘടനയെ പറ്റിയുള്ള കണ്ടന്റ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യും. സഹോദര സംഘം എന്നറിയപ്പെടുന്ന സംഘടന എങ്ങനെ വന്നു, അതിനെ രൂപീകരിച്ച വർഷം, അതിന്റെ സ്ഥാപകനാരാണ്, മുഖപത്രം എന്താണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ആത്മവിദ്യാ സംഘം എന്ന സംഘടനയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും അടുത്ത ക്ലാസ്സിൽ. അടുത്തത് ആനന്ദ മഹാസഭ എന്നറിയപ്പെടുന്ന സംഘടന. അങ്ങനെ മൊത്തവും 5, 4, 9 നവോത്ഥാന സംഘടനകളും അതിന്റെ വർഷവും അതിന്റെ മുഖപത്രവും അതിന്റെ സ്ഥാപകനും നമ്മൾ എല്ലാ മത്സര പരീക്ഷയ്ക്കും ബേസായി പഠിച്ചിരിക്കണം. ആ നോട്ട് നമ്മൾ തരും. അതിന്റെ ക്ലാസ് നമ്മൾ റാൻഡമായിട്ട് അടുത്ത ക്ലാസ്സിൽ എടുത്തോളാം. ഇപ്പം നമ്മൾ ഇത്രയും ടോപ്പിക്ക് കവർ ചെയ്തു പോവാണ്. നമ്മൾ പറഞ്ഞല്ലോ, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ ഈ പറയുന്ന വീഡിയോ സെഷനിലൂടെ, ഈ തരുന്ന നോട്ടിലൂടെ, ഈ തരുന്ന പരീക്ഷയിലൂടെ നിങ്ങളെ സ്വാധീനിക്കുന്നു. നിങ്ങളുടെ മത്സര പരീക്ഷ നിങ്ങൾ മടിപിടിച്ച് മാറിയിരിക്കുവാണ്. ഇനി എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം ഒന്നും അറിയത്തില്ല. അതൊരു ഒരു സ്റ്റഡി ടൈം ടേബിളായി ഡെയിലി നമ്മൾ വർക്കൗട്ടിങ് ആയിട്ട് അത് ഏറ്റവും ഒരു സ്ഥിരതയോടുകൂടി എല്ലാ ദിവസവും മിനിമം ഒരു 3 വീഡിയോ വെച്ച്. 3 വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും വീഡിയോ ആണ്. അതിന്റെ ടൈം ഒന്നും ഷെഡ്യൂൾ ചെയ്യുന്നില്ല. നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കയറി കാണുക. ചിലപ്പോൾ അത് രാവിലെ 7 മണിക്കായിരിക്കാം, ചിലപ്പോൾ രാവിലെ 9 മണിക്കായിരിക്കാം, ചിലപ്പോൾ വൈകുന്നേരം 7 മണിക്കായിരിക്കാം, അല്ലെങ്കിൽ 8 മണിക്കായിരിക്കാം. അത് നമ്മുടെ ഓരോരുത്തർക്കും ഓരോരോ സമയമുണ്ടല്ലോ. നമ്മുടെ ഫ്രീ ടൈം ആണ് നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഇത്രത്തോളം എഫേർട്ട് ഇടുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എഫേർട്ടും കൂടെ ഉണ്ടായാൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാം. അടുത്ത മെയിൻ പരീക്ഷയ്ക്ക് നമുക്ക് സ്കോർ ചെയ്യണ്ടേ? അടുത്ത മെയിൻ പരീക്ഷയ്ക്ക് നമ്മൾ ഈ പറയുന്ന 10th ലെവൽ പ്രിലിംസ് നേടിയെങ്കിൽ മാത്രമല്ലേ അടുത്ത 10th ലെവൽ മെയിൻസ് എഴുതാൻ പറ്റൂ. ഇനി ആ പരീക്ഷയുമായി ബന്ധപ്പെട്ടാണല്ലോ വരുന്ന LGS എഴുതാൻ പറ്റണം, വരുന്ന പോലീസ് കോൺസ്റ്റബിൾ, ഫയർമാൻ, ഇതൊക്കെ നമുക്ക് ഇതെല്ലാം യൂസ്ഫുൾ ആവും. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ എഴുതാൻ പോകുന്ന മുഴുവൻ പരീക്ഷയും സ്കോർ ചെയ്യുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരിക. നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട LDCയുടെ 3ാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഈ പറയുന്നത്. വിദ്യാപോഷിണി സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദ്യം. വിദ്യാപോഷിണി സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി സഹോദരനയ്യപ്പൻ, ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദൻ. എങ്ങനെയായാലും സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട് നമ്മൾ കേരള നവോത്ഥാനത്തിൽ വേണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. അതല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ സി സഹോദരനയ്യപ്പനാണ്
വിദ്യാഭൂഷണി സഭ എന്ന സംഘടന സ്ഥാപിച്ചത്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും ഈ സഹോദരൻ അയ്യപ്പനെ പറ്റി ഒത്തിരി GK പഠിക്കാനുണ്ടോ? ഒത്തിരി GK പഠിക്കണ്ട. മൊത്തവും 16 GK ആണ് സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അതിൽ പകുതി 8 എണ്ണം പഠിക്കാനുള്ള എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, ചോദ്യത്തിൽ എവിടെങ്കിലും സഹോദരൻ എന്ന് പറയുന്ന വാക്കുണ്ടോ നോക്കണം, അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്ന വാക്കുണ്ടോ നോക്കണം. ചോദ്യത്തിൽ എവിടെങ്കിലും സഹോദരൻ എന്ന് പറയുന്ന വാക്കോ ചോദ്യത്തിൽ എവിടെങ്കിലും അയ്യപ്പൻ എന്ന് പറയുന്ന വാക്കോ ഉണ്ടെങ്കിൽ ഉത്തരം ആരായിരിക്കും? സഹോദരൻ അയ്യപ്പനായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ലോജിക് ഇതാണ്. ക്വസ്റ്റ്യൻ നവോത്ഥാനമായിരിക്കണം. അതല്ലാതെ പ്രസിദ്ധമായിട്ടുള്ള അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്തായാലും സഹോദരൻ അയ്യപ്പനല്ല. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത് എന്താണ്? അത് പത്തനംതിട്ടയാണ്. ശബരിമല ധർമ്മശാസ്താവ് അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട അയ്യപ്പ ക്ഷേത്രം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെങ്ങനെ ആയാലും എന്തായാലും വരത്തില്ല, സഹോദരൻ അയ്യപ്പൻ വരത്തില്ലല്ലോ. അപ്പൊ അതങ്ങനെയുള്ള ചോദ്യമല്ല നമ്മൾ പറയുന്നത്. നിങ്ങളെ കുഴപ്പിക്കാനോ നിങ്ങളെ കളിയാക്കാനോ അല്ല ഈ ലോജിക്ക് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വെച്ച് എന്ത് ചെയ്യും, ചിലപ്പോൾ ചില ആളുകൾ ഈ ക്ലാസ് കണ്ടിട്ട് ചിലപ്പോൾ ഒരു പരീക്ഷ കാണാൻ ചോദ്യം വന്നിട്ട് ഉടനെ വന്ന് നെഗറ്റീവ് കമന്റ് ഇടാം. ഞാൻ ഇങ്ങനല്ലേ പറഞ്ഞത്, ആ കൂട്ടായ്മ ഇങ്ങനല്ലേ പറഞ്ഞത്. ഒന്നുമില്ല, ചോദ്യത്തിൽ എവിടെങ്കിലും സഹോദരൻ എന്ന് പറയുന്ന വാക്കോ അയ്യപ്പൻ എന്ന് പറയുന്ന വാക്കോ ഉണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരാൻ സാധ്യതയുള്ളത് സഹോദരൻ അയ്യപ്പനായിരിക്കും. അപ്പൊ സഹോദര സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പന. സഹോദരൻ എന്ന മാസിക സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പന. സഹോദരൻ എന്നറിയപ്പെടുന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പന. പുലേൻ അയ്യപ്പൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പന. പുലച്ചോലൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പന. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി പറയുന്നത് അയ്യപ്പൻ മാസ്റ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പന. മാസ്റ്റർ എന്ന് മാത്രം ചോദിക്കും, അത് PK ചാത്തൻ മാസ്റ്റർ, അത് വേറെ ഇത് വേറെ. അപ്പം ലോജിക് ഇതാണ്. ചോദ്യത്തിൽ എവിടെങ്കിലും സഹോദരൻ എന്ന് പറയുന്ന വാക്കോ അയ്യപ്പൻ എന്ന് പറയുന്ന വാക്കോ ഉണ്ടോ എന്ന് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ആ പറയുന്ന ലോജിക്ക് വെച്ച് ആലോചിച്ചെന്ന് പറഞ്ഞ് ഒരു കോട്ടം ഉണ്ടാവത്തില്ല, നേട്ടമേ ഉണ്ടാവും. അപ്പൊ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു ബേസ് കിട്ടിയല്ലോ. ഇനി സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നത് എറണാകുളം ജില്ലയിലെ ചെറായി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നത്. ഇനി അഡീഷണൽ പോയിന്റ് വേണം. 16ൽ 8 ലോജിക്ക് നമ്മൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ള കണ്ടന്റ് നമുക്ക് കിട്ടണം. അതിൽ ഒന്നാമത്തത് അദ്ദേഹം 1917 മിശ്ര ഭോജനം എന്നറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആചാരം നടപ്പിലാക്കും. ഒന്നുമില്ല, പല ജാതിയിൽപ്പെട്ടവരെ ഒരുമിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്ന രീതിയെ അറിയപ്പെടുന്ന പേരാണല്ലോ മിശ്രഭോജനം. മിശ്രഭോജനത്തിൽ ഇംഗ്ലീഷ് വാക്കൊക്കെ ഉണ്ട്, ഇന്റർ ഡൈനിങ്, അതുമല്ലെങ്കിൽ കോസ്മോപൊളിറ്റൻ ഡിന്നർ. ഇതിങ്ങനെ പറയുന്നതിന്റെ റീസൺ ഇതാണ്. HSSC ഫോക്കസ് ചെയ്യുന്ന ആളുകൾ കാണും, HSA പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ കാണും. അവരെങ്ങാനും ഈ ക്ലാസ് കാണുകയാണെങ്കിൽ അവരൊന്ന് ഓർക്കാൻ വേണ്ടി പറയുവാണ്, മിശ്രഭോജനത്തിൽ ഇംഗ്ലീഷ് വാക്ക് ഇന്റർ ഡൈനിങ്, അതുമല്ലെങ്കിൽ കോസ്മോപൊളിറ്റൻ ഡിന്നർ എന്നാണ്. അപ്പൊ 1917 മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ഇനി ഇതിന്റെ 100ാം വാർഷികമാണ് 2017 ആഘോഷിച്ചത്. 2017 കേരള സംസ്ഥാന സർക്കാർ ഈ മിശ്രഭോജനത്തിന്റെ 100ാം വാർഷികമാണ് ആഘോഷിച്ചത്. ആഘോഷ സ്ഥലം എറണാകുളം ജില്ലയിലെ ചെറായിലാണ്. ഇനി ഈ പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച സംഘടനകളുണ്ട്. ഒരു സംഘടന ഓൾറെഡി നമുക്കറിയാം. ഏത് സംഘടനയുടെ പേരെന്താ? അത് സഹോദര സംഘം. ഈ സഹോദര സംഘം അല്ലാതെ മറ്റൊരു സംഘടന സ്വല്പം മുന്നേ പറഞ്ഞല്ലോ, വിദ്യാഭൂഷണി സഭ. മറക്കല്ലേ, സ്ത്രീ വിദ്യാഭൂഷണി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് ബ്രഹ്മാനന്ദ ശിവയോഗിയ. എല്ലാം കൂടെ കുഴഞ്ഞു പോകരുത്. ഇത് വിദ്യാഭൂഷണി സഭ, സഹോദര സംഘം, ശ്രീനാരായണ സേവിക സമാജം. ഈ ക്വസ്റ്റിനെ കാണുമ്പം നമ്മൾ ശ്രീനാരായണ ഗുരുവാണ് തെറ്റിദ്ധരിക്കരുത്. ശ്രീനാരായണ സേവിക സമാജം ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ്റെതാണ്. അപ്പൊ 3 സംഘടനകൾ കിട്ടി. ഒന്ന് സഹോദര സംഘം, മറ്റൊന്ന് ശ്രീനാരായണ സേവിക സമാജം, മറ്റൊരെണ്ണം വിദ്യാഭൂഷണി സഭ. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട 2 പ്രധാനപ്പെട്ട മാസിക പഠിക്കണം. 2 പ്രധാനപ്പെട്ട മാസിക എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഓൾറെഡി കാണാപ്പാടമാണ്, സഹോദരൻ എന്ന മാസിക. സഹോദരൻ എന്ന പത്രമൊക്കെ സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പന. ഈ സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രധാനപ്പെട്ട മാസിക ഒന്ന് വേലക്കാരൻ. അപ്പൊ വേലക്കാരൻ എന്ന മാസിക സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പന. അവിടെയും കുഴഞ്ഞു പോകരുത്. യജമാനൻ എന്ന് പറഞ്ഞൊരു മാസികയുണ്ട്. യജമാനൻ എന്ന മാസിക സ്ഥാപിച്ചത് അത് വാഗ്ഭടാനന്ദനാണ്. യജമാനൻ എന്ന മാസിക ചോദിച്ചാൽ അത് വാഗ്ഭടാനന്ദനും, വേലക്കാരൻ എന്ന മാസിക ചോദിച്ചാൽ അത് സഹോദരൻ അയ്യപ്പന. ഈ സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച മറ്റൊരു മാസികയുടെ പേരാണ് യുക്തിവാദി. അപ്പൊ 3 പ്രധാനപ്പെട്ട മാസിക സ്ഥാപിച്ചു: വേലക്കാരൻ, സഹോദരൻ, യുക്തിവാദി. അവിടെയും കുഴഞ്ഞു പോകരുത്. യുക്തിവാദി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പനും യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് MC ജോസഫുമാണ്. രണ്ടും 2 ചോദ്യമാണ്. യുക്തിവാദി എന്ന അപരനാമത്തിൽ
അറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനും യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് MC ജോസഫ. ഇനി ഈ സഹോദരൻ അയ്യപ്പൻ എന്ന നവോത്ഥാന നായകൻ പറഞ്ഞ ഒരു വാക്യമുണ്ട്, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന വാക്യം പറഞ്ഞത് ആരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ്. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ടെന്നേ, ഒന്നുമില്ല. അപ്പം എൻ്റെ ഒരു ജാതിയുണ്ട്, എനിക്കൊരു മതമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, ഞാൻ ഒരു മനുഷ്യനാണല്ലോ. ലോജിക്ക് ഇതാണ്. നമ്മൾ ഈ ക്ലാസ് കാണുന്ന നിങ്ങളിൽ പലരും പല പല മനുഷ്യജാതിയിലുള്ളവരായിരിക്കാം. നമ്മൾ ജാതി പറയുന്നില്ല, ജാതി വേണ്ട നമുക്ക്, മതം വേണ്ട നമുക്ക്, ദൈവം വേണ്ട നമുക്ക്. എങ്കിൽ നമ്മൾ എല്ലാവരും ആരാണ്? സഹോദരങ്ങളല്ലേ? ഈ ക്ലാസ് കാണുന്ന ആരുമായിക്കോട്ടെ, അവരെല്ലാം എനിക്ക് സഹോദരനാണ്. ആ ക്ലാസ് കാണുന്ന നിങ്ങൾക്കെല്ലാം ഞാൻ സഹോദരനാണെന്ന് പറയണമെങ്കിൽ ഞാൻ ജാതി പറയരുത്, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട. ഈ ലോജിക്കുകളൊക്കെ പരീക്ഷകളിൽ കയറുമ്പോൾ തിരിഞ്ഞു പോരുത്. കാരണം ഞാനൊരു കോഡ് പറയാത്തത് വേറെ ഒന്നുകൊണ്ടല്ല. കോഡ് പഠിക്കുമ്പോൾ ചിലപ്പോൾ അത് പഠിക്കാൻ പിന്നെ മറുകോഡ് പഠിക്കേണ്ടി വരും. പിന്നെ പഠിച്ച് നമുക്ക് തന്നെ എന്താവും, അതാണോ ഇതാണോ തിരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഓരോ ഫ്രെയിമും അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന വാക്യം ആര് പറഞ്ഞതാണ്? അത് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞതാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത്രയും കണ്ടന്റ് കിട്ടിയല്ലോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയും കണ്ടന്റ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം സഹോദരനയ്യപ്പനുമായി ബന്ധപ്പെട്ട പോയിന്റ് കിട്ടി, പിന്നെ പ്രധാനപ്പെട്ട സംഘടനകൾ കിട്ടി, അതുമായി ബന്ധപ്പെട്ട് കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗം അല്ലാതിരുന്നത്? ഇക്കഴിഞ്ഞ മൂന്നാം ഘട്ട 2024 നടത്തിയ LDCയുടെ മൂന്നാം ഘട്ട പരീക്ഷയിലെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയി ഡിസ്കസ് ചെയ്യുന്നത്. താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത്? ഓപ്ഷൻ എ AV കുട്ടിമാളുവമ്മ, ഓപ്ഷൻ ബി T സുനന്ദാമ്മ, ഓപ്ഷൻ സി അക്കാമ്മ ചെറിയാൻ, ഓപ്ഷൻ ഡി ആനി മസ്കൻ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. ഇതിൽ AV കുട്ടിമാളു എന്നറിയപ്പെടുന്ന AV കുട്ടിമാളു അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആനക്കര വടക്കത്ത് കുട്ടിമാളു അമ്മയ്ക്ക് പ്രത്യേകത വല്ലതും ഉണ്ടോ? പ്രത്യേകതയുണ്ട്. ഈ പറയുന്ന AV കുട്ടിമാളു അമ്മ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ക്യാമ്പയിനറാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഓപ്പ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഈ AV കുട്ടിമാളു അമ്മയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആനക്കര വടക്കത്താണ് അവരുടെ കുട്ടിമാളു അമ്മ എന്നറിയപ്പെടുന്ന AV കുട്ടിമാളു അമ്മയുടെ വീട്ടുപേര് ആനക്കര വടക്കത്തെന്ന. ഈ ആനക്കര വടക്കത്ത് കുടുംബം കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വനിതകൾക്ക് ജന്മം നൽകിയ വീടാണ് ഈ ആനക്കര വടക്കത്ത് എന്ന് പറയുന്നത്. ഒന്ന് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ എന്നറിയപ്പെടുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. INA ജാൻസി റെജിമെന്റുമായി ബന്ധപ്പെട്ട വനിത ക്യാപ്റ്റൻ ലക്ഷ്മിയാണല്ലോ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തിത്വമാണല്ലോ ക്യാപ്റ്റൻ ലക്ഷ്മി. അതൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. AV കുട്ടിമാളു അമ്മ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക ജനിച്ച ആനക്കര വടക്കത്ത് കുടുംബാംഗമാണ് ഈ പറയുന്ന ആര്? ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് പ്രമുഖ നർത്തകിയായിരുന്ന മൃണാളിനി സാരാഭായ്. ഈ മൃണാളിനി സാരാഭായ് ഈയിടെ 2-3 വർഷം മുമ്പ് മരിച്ചുപോയി. അവർക്കൊരു പ്രധാനപ്പെട്ട ഓട്ടോബയോഗ്രഫി ഉണ്ട്, വോയിസ് ഫ്രം ഹേർട്ട്, ഹൃദയത്തിൽ നിന്നുള്ള നാദം എന്ന ആത്മകഥ മൃണാളിനി സാരാഭായുടെയാണ്. ഈ മൃണാളിനി സാരാഭായ് ഈ പറയുന്ന ആനക്കര വടക്കത്ത് ഉള്ള കുടുംബാംഗമാണ്. ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ ഈ പറയുന്ന ആനക്കര വടക്കത്ത് കുടുംബാംഗമാണ്. അമ്മു സ്വാമിനാഥൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായികയുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭയിലേക്ക് കേരളത്തിൽ നിന്ന് പോയ വനിതകളിൽ പ്രധാനിയല്ലേ അമ്മു സ്വാമിനാഥൻ? ഈ അമ്മു സ്വാമിനാഥനും ആര് തന്നെ? ആനക്കര വടക്കത്തെ അംഗമാണ്. അപ്പൊ ആനക്കര വടക്കത്ത് കുട്ടിമാളു അമ്മ എന്നറിയപ്പെടുന്ന AV കുട്ടിമാളു അമ്മ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് 1930 നിയമലംഘന സമരം എന്നറിയപ്പെടുന്ന ഉപ്പ് സത്യാഗ്രഹത്തിലെല്ലാം AV കുട്ടിമാളു അമ്മ പങ്കെടുക്കുന്നത്. അപ്പൊ ഈ കൊടുത്തതിൽ ആൻസറിലേക്ക് അങ്ങ് വരുവാണ്. AV കുട്ടിമാളു അമ്മ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അക്കാമ്മ ചെറിയാൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. ആനി മസ്കൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. ഇതിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്ന വ്യക്തിത്വം ഒരാളേ ഉള്ളൂ. ഇതിനുത്തരം ഓപ്ഷൻ ബി T സുനന്ദാമ്മയാണ്. അതൊന്ന് ഓർത്തു നോക്കുക. അപ്പൊ നാം നേരത്തെ പറഞ്ഞ പോയിന്റ്, ഓപ്പ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരെയാണ്? AV കുട്ടിമാളു അമ്മയാണ്. കേരളത്തിലെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ക്യാമ്പയിനർ എന്നറിയപ്പെടുന്നത് ആരെ തന്നെ? AV കുട്ടിമാളു അമ്മ. ഒരു ചോദ്യം കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. കേരളത്തിലെ നിയമലംഘന സമരവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം സംഘടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ട്, ക്വസ്റ്റ്യനകത്ത് എവിടെയെങ്കിലും 2 മാസം പ്രായമുള്ള കൈക്കുഞ്ഞ്, പൊടിക്കുഞ്ഞ് അല്ലെങ്കിൽ ചെറിയ, അത് എന്തും ആയിക്കോട്ടെ, 2 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് സമരം സംഘടിപ്പിക്കുകയും ജയിലിൽ പോവുകയും ചെയ്ത നവോത്ഥാന നായികയുടെ പേര് അത് AV കുട്ടിമാളു അമ്മ എന്നാണ്. ആനക്കര വടക്കത്ത് കുട്ടിമാളു അമ്മ കേരളത്തിലെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ക്യാമ്പയിനർ എന്നറിയപ്പെടുന്നത് AV കുട്ടിമാളു അമ്മയാണ്.
വളരെ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ പഠിക്കണം. AV കുട്ടിമാളുവമ്മയെ പറ്റിയുള്ള ഡീറ്റെയിൽ കണ്ടന്റുകളെല്ലാം വരും ക്ലാസ്സിൽ എടുത്തോളാം. അടുത്തത് 1938 രാജധാനി മാർച്ച് സംഘടിപ്പിച്ച നവോത്ഥാന നായികയുടെ പേരാണ് അക്കാമ ചെറിയാൻ. അപ്പൊ അക്കാമ ചെറിയാനാണ് 1938 രാജധാനി മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഈ പറയുന്ന രാജധാനി മാർച്ച് സംഘടിപ്പിക്കുന്നത് അക്കാമ ചെറിയാനാണ്. ഈ മാർച്ച് തടഞ്ഞ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുണ്ട്. ആ മാർച്ച് തടഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേര് കേണൽ വാട്കിസ് എന്നാണ്. ഈ പറയുന്ന കേണൽ വാട്കിസ് ഇത് തടയുന്ന സമയത്ത് അക്കാമ ചെറിയാൻ പറഞ്ഞ ഒരു വാക്യമുണ്ട്, ഞാനാണ് നേതാവ്, ഐ ആം ദി ലീഡർ, ഫസ്റ്റ് ഷൂട്ട് മീ ബിഫോർ അതേഴ്സ്. ഞാനാണ് നേതാവ്, ആദ്യം എന്നെ വെടിവെക്കുക, പിന്നീട് മറ്റുള്ളവരെ എന്ന് പറഞ്ഞത് ആരാണ്? അത് അക്കാമ ചെറിയാനാണ്. വളരെ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കണം. അക്കാമ ചെറിയാനുമായി ബന്ധപ്പെട്ട A to Z PYQ നമ്മൾ ഡിസ്കസ് ചെയ്യും. അടുത്തത് വള്ളുവനാടിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് ആര്യ പള്ളത്തെയാണ് വള്ളുവനാടിന്റെ അമ്മ എന്നറിയപ്പെടുന്നത്. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വനിതാ ജാഥ സംഘടിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വനിതാ ജാഥ സംഘടിപ്പിച്ചത് ആര്യ പള്ളമാണ്. ഇനി മറ്റൊരു ചോദ്യമുണ്ട്, KK കൗസല്യ ഈ പറയുന്ന 1947 നടന്ന പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദ ജാഥ നടത്തിയത് KK കൗസല്യാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്ര സമരങ്ങൾ, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്ഷേത്ര സമരങ്ങളെ പറ്റിയുള്ള ഒരു പാക്കേജ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് വള്ളുവനാടിന്റെ അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്യപ്പള്ളമാണ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇത്രയും കാര്യങ്ങൾ ഈ ഓപ്ഷൻ റിലേറ്റഡ് ഫാക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. ഇത്രയാണ് നമ്മൾ പ്രാധാന്യത്തോടുകൂടി ഒരു ടേമിൽ പഠിക്കുന്നത്. അടുത്തത് 2024 ഓൺലൈൻ പരീക്ഷകൾക്ക് ചോദിച്ച പ്രധാനപ്പെട്ട PYQ ആണ് ഒന്ന് പറഞ്ഞു തരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമുക്ക് എല്ലാവർക്കും ഓരോ നവോത്ഥാന നായകന്മാരുടെ അപരനാമങ്ങളെല്ലാം അറിയാം അല്ലെ? എല്ലാ നവോത്ഥാന നായകന്മാരുടെയും അപരനാമങ്ങൾ നമ്മൾ കാണാപ്പാടവാ. ഇതിന്റെ കൂടെ തന്നെ 2024 വർഷം പരീക്ഷയ്ക്ക് കേരള പീസ് നടത്തിയ ഓൺലൈൻ പരീക്ഷകൾക്ക് ചോദിച്ച കുറച്ച് അപരനാമങ്ങളുണ്ട്. ഒന്ന്, കേരള നെപ്പോളിയൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരെയാണ്? നോക്കൂ, ഇന്നേ കാലം വരെ കേരള PSC ഓഫ്ലൈൻ പരീക്ഷകൾക്ക് ചോദിക്കാത്തൊരു ചോദ്യം. ഇനി അടുത്ത പരീക്ഷയ്ക്ക് ഇതും കയറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതിക്കോണം, കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് കുമാരഗുരുദേവൻ എന്നറിയപ്പെടുന്ന പൊയ്യൽ യോഹന്നാനാണ്. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന സ്ഥാപിച്ചത്. പൊയ്യൽ യോഹന്നാൻ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയ വ്യക്തിയുണ്ട്, അത് MR രേണുകുമാറാണ്. വരും ക്ലാസ്സിൽ എടുത്തോളാം. അപ്പൊ കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് കുമാരഗുരുദേവൻ. ഓക്കെ ആണോ? രണ്ടാമത്തത് കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. കേരള ദള് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. കേരള നവോത്ഥാനത്തിന്റെ കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്നത് ഒക്കെ അയ്യങ്കാളിയാണല്ലോ. അപ്പൊ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ചോദ്യം, കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ പഠിക്കണം. അയ്യങ്കാളിയാണ് മഹാത്മ എന്നറിയപ്പെടുന്നത്. പുലേരാജ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നറിയപ്പെടുന്നതും അയ്യങ്കാളി തന്നെ. അടുത്തത് മലബാർ ഗോഖലെ. കഴിഞ്ഞ LPS UPS പരീക്ഷയിൽ NCA നോട്ടിഫിക്കേഷൻ ചോദിച്ച ചോദ്യം മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്നത് മങ്കട കൃഷ്ണവർമ്മരാജയാണ്. മങ്കട കൃഷ്ണവർമ്മരാജയാണ് മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്നത്. അടുത്തത് കേരള നവോത്ഥാനത്തിന്റെ രാജശില്പി എന്നറിയപ്പെടുന്നത് അത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള ക്രിസ്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരള ദളിത് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. അപ്പൊ കേരള നവോത്ഥാനത്തിന്റെ രാജശില്പി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അതൊന്ന് ഓർത്തു വെക്കുക, വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കണം. കേരള നവോത്ഥാനത്തിന്റെ ഉദയസൂര്യൻ ആരെന്ന് ചോദിക്കും. 3 കാര്യങ്ങൾ നമ്മളെ കുഴപ്പിച്ച് കളയും. ഒന്ന്, കേരള നവോത്ഥാനത്തിന്റെ ഉദയസൂര്യൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികൾ. കേരള നവോത്ഥാനത്തിന്റെ മേഘജ്യോതിസ് എന്നറിയപ്പെടുന്നത് TK മാധവൻ. കേരള നവോത്ഥാനത്തിന്റെ കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. കേരള നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് കുറുമ്പൻ ദൈവത്താൻ. ഈ കുറുമ്പൻ ദൈവത്താന്റെ ജീവചരിത്രത്തിന്റെ പേരാണ് എന്ത്? കേരള നവോത്ഥാനത്തിന്റെ സൂര്യ തേജസ്. ആ ജീവചരിത്രം എഴുതിയത് ബാബു തോമസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ ഇത്രയും പരീക്ഷാ ചോദ്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, ഫയർമാൻ ആയിക്കോട്ടെ, ഏത് പരീക്ഷ ആയിക്കോട്ടെ, നമുക്ക് വേണ്ട കണ്ടന്റ് ആണ്. ഓക്കെ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇത് ഫസ്റ്റ് ഡേ ക്ലാസ് ആണ്. ഇന്നത്തെ ദിവസം ഈ ക്ലാസ് മാത്രം. അടുത്ത ദിവസം മുതൽ 2 ക്ലാസ് അല്ല 3 ക്ലാസ് നിങ്ങൾക്ക് റാൻഡമായിട്ട് കിട്ടും. ചിലപ്പോൾ രാവിലെ ആയിരിക്കും, ഡിപ്പെൻഡ് ആണ്. പറഞ്ഞല്ലോ, നമ്മൾ ഈ പറയുന്ന ഒരു ഡേ എന്ന് പറയുന്നതിനകത്ത് 3 ക്ലാസ്സുകളാണ് മസ്റ്റായിട്ടും വരുന്നത്. അതിലൊന്ന് മസ്റ്റായിട്ടും കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. ബാക്കിയുള്ളത് ഒന്നെങ്കിൽ നാളെ തന്നെ രാവിലെ പബ്ലിഷ് ചെയ്യുന്നത്, ഒന്നെങ്കിൽ ഫിസിക്കൽ സയൻസ്, അതിന്റെ സ്റ്റഡി ടൈം ടേബിൾ നമ്മൾ പബ്ലിഷ് ചെയ്തേപ്പോണ്ട് ഫിസിക്കൽ സയൻസ്. അതിനുശേഷം വൈകിട്ട് പബ്ലിഷ് ചെയ്യുന്നത് കേരള ഭൂമിശാസ്ത്രം
ശാസ്ത്രം, അതിൻ്റെ നടുക്ക് അല്ലെങ്കിൽ എപ്പോഴാണ് നാളെ ഒരു സമയം ഉണ്ടെങ്കിൽ 3 വീഡിയോ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു സമയത്ത് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യും. അങ്ങനെ 20 ദിവസമാണ് നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഡിസംബർ 6 എന്ന് പറയുന്ന ഇന്ന് തുടങ്ങുക, ഡിസംബർ 25 വരെ 20 ദിവസത്തെ വർക്കൗട്ടാണ്. അതായത് വർക്കൗട്ട് മിനിമം 50-ൽ കൂടുതൽ, അതായത് മിനിമം 50-ൽ കൂടുതൽ വർക്കൗട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 20 ദിവസം തന്നെ 30 വീഡിയോ വെച്ച് പബ്ലിഷ് ചെയ്താലും 23 6 60 അല്ലെങ്കിൽ 60 വീഡിയോ ക്ലാസ്, 60 വീഡിയോ ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ 50 PYQ വെച്ചായാലും എത്ര കിട്ടും? ഏകദേശം 2500 3000 PYQ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. ഈ തുച്ഛമായ സമയം കൊണ്ട് മാക്സിമം കണ്ടന്റ് ഡിസ്കസ് ചെയ്ത് പോകുന്നു. ആവർത്തിച്ച് പറയുന്നു, ക്ലാസ് മാത്രം കണ്ടാൽ പോരാ, ക്ലാസ്സിന്റെ നോട്ട്സ് വായിക്കണം. നോട്ട്സ് വായിക്കാൻ വേണ്ടി PSC ഇൻഫ്ലുവൻസർ ടെലഗ്രാം കൂട്ടായ്മയിൽ ഈ നോട്ട്സ് അപ്ലോഡ് ചെയ്തപ്പോണ്ട്. അത് മാത്രം പോരാ, അതിന്റെ പരീക്ഷ പോളായി തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും 4 ഓപ്ഷനും. അപ്പൊ ചില ആളുകൾ കമന്റ് ചെയ്യും, അല്ലെങ്കിൽ ചില ആളുകൾ പറയും, ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഒന്നും അല്ലല്ലോ അതിനകത്ത് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഉദ്ദേശം എന്താണ്? കേരള ചരിത്രം, കേരള നവോത്ഥാനം തീരുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള മാക്സിമം കേരള ചരിത്രം, കേരള നവോത്ഥാന ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ വരാൻ പോകുന്ന മുഴുവൻ പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.